തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ, ആരാധനയൻ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 28-ാം തിരുലിഖിതം. എന്നാൽ ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. ഇന്ന് ഒരു വ്യക്തിയുടെ അനുഭവം നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. എൻ്റെ പേര് റോമൽ തോമസ്. ഞാൻ വെട്ടുകാട് ഇടവകയിലാണ്. ഞാൻ കഴിഞ്ഞ 2011 ഏപ്രിൽ 2-ാം തീയതി സ്ട്രോക്ക് വന്ന് ഒരു സൈഡ് മൊത്തം പാരലായി പോയി. ഒരു സൈഡ് മുഴുവൻ പാരലൈസ്ഡായ അവസ്ഥയായിരുന്നു. അങ്ങനെ ഡോക്ടർമാർ പറഞ്ഞു അറിയിക്കേണ്ട അടിച്ചോ കാര്യം ആള് തീർന്നു. അപ്പം എൻ്റെ വൈഫുണ്ട്, പുള്ളിക്കാരി പറഞ്ഞു അറിയിക്കേണ്ട ഒരു കർത്താവിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, അതാണ് വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവിനെ മാത്രമേ എനിക്ക് അറിയിക്കാനുള്ളൂ, ബാക്കി ആരും അറിയിക്കാനെന്നു. എന്നിട്ട് ചേച്ചി പറഞ്ഞു മോളെ നിനക്ക് വിശ്വാസമുണ്ട്? എനിക്ക് വിശ്വാസമുണ്ട് ചേച്ചി, ഇവിടെ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ കൊണ്ടുപോയിരിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് മെയ് 27-ാം തീയതി എൻ്റെ ഇതിൽ സ്ട്രെച്ചറിൽ കിടത്തി ഫ്ലൈറ്റിൽ കയറ്റി നാട്ടിൽ കൊണ്ടുപോയി, ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. ഒരു സൈഡ് മൊത്തം തളർന്നു പോയി. അങ്ങനെ തിരിച്ച് ഞാൻ ലാസ്റ്റ് ദിവസം കാര്യം അച്ഛൻ്റെ സിഗരറ്റ് ധ്യാനം വെട്ടുകാട് പള്ളിയിൽ നടക്കുകയാണ്. വെട്ടുകാട് പള്ളിയിൽ ഒരു ഗംഭീര ധ്യാനം ഞാൻ ഓർക്കുന്നുണ്ട്. അത് ഞാൻ മറക്കാത്ത ഒരു ധ്യാനമാണത്. എന്നെ 2-3-4 പേര് കൂടെ ചേർന്ന് ചേറിൽ കൊണ്ടുവരുത്തി. അവസാനം അച്ഛൻ സുതിപ്പിന്റെ സമയത്ത് വന്ന് കൈവച്ചിട്ട് പറഞ്ഞു മോനെ നിന്നെ കർത്താവ് സുഖപ്പെടുത്തും. അപ്പോഴൊന്നും ഒരു മാറ്റമില്ലായിരുന്നു. നീ 2012 ഞങ്ങൾ ദുബൈയിൽ ഒരു കൺവെൻഷൻ നടത്തുന്നുണ്ട്, നീ അവിടെ സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. നിന്റെ കർത്താവ് പൂർണ്ണമായിട്ട് ഈ കൈ തളർന്ന അവസ്ഥ കിടക്കാൻ നിങ്ങൾ കർത്താവ് അത്ഭുതകരമായി സൗഖ്യം നൽകി. ഞാൻ അച്ഛനെ ഒത്തിരി കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച കാര്യം ഈ ഇത് കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കൈ പൊങ്ങിയത്, തളർന്നു കൈ പൊങ്ങിയത്. ഞാൻ തിരിച്ച് വെട്ടാട് പള്ളിയിൽ പോയപ്പോൾ സെക്യൂരിറ്റി ഒരു വണ്ടി മാത്രമുണ്ടായിരുന്നു. അവിടെ നിന്ന് എനിക്ക് ടെലിഫോൺ നമ്പർ കിട്ടി. വിളിക്കാൻ വേണ്ടി ഞാൻ ഗൂഗിളിലൊക്കെ പോയി ഒത്തിരി സെർച്ച് ചെയ്ത് അച്ഛൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഇത് ചെയ്തു. എന്നിട്ട് എനിക്ക് അച്ഛനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. ഫോൺ എടുക്കാത്ത അച്ഛനാണ്. ഫോണുണ്ട്, ഫോൺ എടുക്കാനായിട്ട് സമയത്ത് പ്രാർത്ഥിക്കുന്ന ഫോൺ എടുക്കണം. നിങ്ങൾ അങ്ങനെ ഒരു 90% നല്ല ഇത് വന്നപ്പോൾ ഈ കഴിഞ്ഞ ജൂൺ 19-ാം തീയതി ഫ്ലാറ്റിൽ വെച്ച് കാല് സ്ലിപ്പ് ചെയ്ത് വീണ് ഈ വലത്തെ കൈ ഓടിച്ചായിരുന്നു. എന്നാലും ശരി, കർത്താവിനോട് പറഞ്ഞു എനിക്ക് കൺവെൻഷൻ അല്ല ഇവിടെ ഇതിന്റെ പേരെന്ന അഭിഷേകാഗ്നിക്ക് ദുബായിൽ സാക്ഷ്യം. അപ്പൊ നോക്ക് 2 കൈ കർത്താവിനെ അനുഗ്രഹിച്ചു. നോക്ക് ആരോഗ്യത്തോടെ നമ്മുടെ മുമ്പിൽ കർത്താവ് കൊണ്ട് നിർത്തിയിരിക്കുക. ഞാൻ ഈ അച്ഛൻ്റെ അഭിഷേകാഗ്നിയുടെ എല്ലാ സീഡിയും കാര്യം പറഞ്ഞാൽ ഈ ഫേസ്ബുക്കിനകത്ത് അച്ഛൻ്റെ ലോഡ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് സീഡിയും ഇത് കേൾക്കുമായിരുന്നു. പിന്നെ നമുക്ക് ഞങ്ങളുടെ ലിറ്റിൽ ഫ്ലവർ കൂട്ടായ്മയിൽ നിന്ന് ഒരു സീഡ് തന്നെ അച്ഛൻ്റെ, അത് എല്ലാ ദിവസവും കേട്ട് സ്തുതിക്കുമായിരുന്നു. അച്ഛൻ്റെ ആരോഗ്യത്തെ അഭിഷേകം അത് വളരെ ഇത് ചെയ്തു. ഇപ്പോഴേ ഹോസ്പിറ്റലിൽ പോയപ്പോഴേക്കും ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഒരു ഓപ്പറേഷൻ വേണ്ടി വരും, കൈ പൊക്കാൻ പറ്റത്തില്ല. ഈ വല്ല കൈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു എളിയ ദാസന്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ ഒരു വലിയ അത്ഭുതകരമായ ദൈവിക ഇടപെടൽ പോലെ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ സർവശക്തനായ കർത്താവ് ഇടപെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ജാതി മത വ്യത്യാസമില്ലാതെ
ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും കർത്താവിൻ്റെ കരുണ ഒഴുക്കാൻ അവിടുന്ന് നിശ്ചയിച്ചിട്ടുള്ള മണിക്കൂറാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. 31-ാം സങ്കീർത്തനത്തിൽ 19-ാം തിരുലിഖിതം, കർത്താവേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്, അങ്ങയുടെ ഭക്തർക്ക് വേണ്ടി അവ ഒരുക്കി വെച്ചിരിക്കുന്നു, അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് അവ പരസ്യമായി നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വചനം നമുക്ക് നേരിട്ട് പറയാം. കർത്താവേ, കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്, എത്ര വിപുലമാണ്. അങ്ങയുടെ ഭക്തർക്ക് വേണ്ടി അങ്ങയുടെ ഭക്തർക്ക് വേണ്ടി അവ ഒരുക്കി വെച്ചിരിക്കുന്നു. അവ ഒരുക്കി വെച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. അവ പരസ്യമായി നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടുന്ന അതേ തീഷ്ണതയോടെ നിങ്ങൾ ആയിരിക്കുന്ന ഭവനത്തിലിരുന്ന്, നിങ്ങൾ ഇരിക്കുന്ന കോൺവെന്റിൽ ഇരുന്ന്, ആ സമൂഹത്തിലിരുന്ന്, ആ ദേവാലയത്തിലിരുന്ന്, ആ പ്രാർത്ഥന ഗ്രൂപ്പിലിരുന്ന് ഇപ്പോൾ യേശുവിനെ ആരാധിക്കുമെങ്കിൽ, ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ വിളിക്കുമെങ്കിൽ, ഇപ്പോൾ ത്രിയേക ദൈവത്തെ ആരാധിക്കുമെങ്കിൽ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ആ കൂട്ടായ്മയിലേക്ക്, ആ അവസ്ഥയിലേക്ക്, ഇപ്പോൾ ആരാണോ പ്രാർത്ഥിക്കുന്നത് അവരിലേക്ക് അത്ഭുതകരമായി വ്യാപരിക്കും. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ആരെങ്കിലും വരാനുണ്ടെങ്കിൽ അവരെ കൊണ്ട് വിളിക്കുക. നിങ്ങൾ ആരെങ്കിലും അറിയിക്കുകയാണെങ്കിൽ ഫോൺ ചെയ്ത് ഇപ്പം തന്നെ അറിയിക്കുക, ഇതാ ഇന്ന ചാനലിൽ പ്രോഗ്രാം നടക്കുന്നു, ഇതൊന്ന് ഓൺ ചെയ്ത് വേഗം ഈ പ്രോഗ്രാമിൽ ചേരാൻ വേണ്ടി അവരെ വിവരം അറിയിക്കുക. ഇപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. നമ്മളൊരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ. ബലഹീനരായ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ രാജാവായി എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ രോഗങ്ങളിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണമേ. എഴുന്നള്ളി വരണമേ. പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത ക്ഷീണത്തിന്റെ അവസ്ഥകളിലേക്ക് എഴുന്നള്ളി വരണമേ. ആത്മാവ് തകർന്നിരിക്കുന്ന ഓരോ ജീവിതങ്ങളിലേക്കും പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഈ സമൂഹം മുഴുവനും അഭിഷേകം പ്രാപിക്കട്ടെ. പ്രാർത്ഥന മരവിപ്പ്, മന്ദത, അവിശ്വാസം, ദുർചിന്തകൾ, പരിഹാസം, ദുഷിവാക്കുകൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. പ്രാർത്ഥനാ വരങ്ങൾ നിറയട്ടെ. അത്ഭുത രോഗശാന്തികൾ നിറയട്ടെ. വിശുദ്ധി നിറയട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, എല്ലാവരും സ്തുതിക്കട്ടെ. സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹൃദയം തുറന്ന് സ്തുതിക്കുന്നു. ഓ അത്ഭുതത്തിന്റെ ശക്തിയെ, ജനങ്ങളെ വിടുവിക്കുന്ന ശക്തിയെ, ജനപദങ്ങളുടെ മേൽ അധികാരമുള്ള പരിശുദ്ധാത്മാവേ, എല്ലാ കുടുംബങ്ങളുടെ മേൽ അധികാരമുള്ള പരിശുദ്ധാത്മാവേ, ഈ ഓരോരുത്തരും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഓരോ ഹൃദയത്തിന്റെ വേദനകൾ അറിയുന്ന പരിശുദ്ധാത്മാവേ, ഇപ്പോൾ വ്യാപരിക്കണമേ. ഇരു കരങ്ങൾ ഉയർത്തി വലിയ ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഒരുമിച്ച് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ. നിറയണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഈ സമൂഹത്തിലേക്ക് നിറയണമേ. വരിക വരിക ഞങ്ങളിൽ നീ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ.
പരിശുദ്ധാത്മാവേ, വളരെ കാലങ്ങളായി അങ്ങയുടെ അനുഭവം നഷ്ടപ്പെട്ട അനേക മക്കളുണ്ട്. പ്രാർത്ഥിക്കാൻ അറിയാത്ത വിധം ഹൃദയ അന്ധകാരത്തിലേക്ക് പോയി, മദ്യപാനത്തിലേക്ക് പോയി, കഠിനമായ വെറുപ്പിലാകപ്പെട്ടു, കഠിനമായ തരത്തിലുള്ള ജഡിക പാപത്തിൽ അടിമപ്പെട്ടു, കഠിനമായ തരത്തിൽ അശുദ്ധിയോടെ നിറഞ്ഞിരിക്കുകയാണ്. ഒരു മിനിറ്റ് പോലും ആത്മീയ കാര്യങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല. ദേവാലയ കർമ്മങ്ങൾ ഉപേക്ഷിച്ചു. അങ്ങനെ ഒരുപാട് കാലങ്ങളായി പ്രാർത്ഥന, വിശുദ്ധി, ആത്മീയത ഇതെല്ലാം ഉപേക്ഷിച്ച് ഇന്ന് ആദ്യമായി വചനം കേൾക്കുന്ന വിധമുള്ള മക്കളുണ്ട്. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഇടപെടണമേ പരിശുദ്ധാത്മാവേ. അനേകം ബാലികാബാലന്മാരുണ്ട്. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന വിധം ഈ ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവെ ക്രമീകരിക്കണമേ. അനേക യുവതിവാക്കന്മാരുണ്ട്. ഈ വചനം ഓരോ യുവാവിനും ഓരോ യുവതിക്കും ജീവിതത്തിനൊരു അനർഘ സമ്പത്തായി രൂപാന്തരപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ. ജോലിയില്ലാത്തവരുണ്ട്, അവരുടെ ജീവിതങ്ങളിലേക്ക് ഇടപെടണമേ. അനേകർ വിവാഹം നടക്കാതെ വേദനിക്കുന്നവരുണ്ട്. അനേകം കുടുംബങ്ങളിൽ ഒരുപാട് വഴക്കും കലഹവുമായിട്ട് സമാധാനം ഇല്ലാതിരിക്കുകയാണ്. എല്ലാ ജീവിതങ്ങളെ അറിയുന്ന പരിശുദ്ധാത്മാവേ, ഇപ്പോൾ എഴുന്നള്ളി വന്ന് ഓരോരുത്തരുടെയും ഓരോ അന്ധകാരത്തിലെയും വ്യാപരിച്ച് പ്രകാശിപ്പിക്കണമേ. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോരുത്തരുടെയും വേദന സമർപ്പിച്ച് സ്തുതിക്കുന്നു, ദുഃഖങ്ങൾ സമർപ്പിച്ച് സ്തുതിക്കുന്നു, ഹൃദയം നുറുക്കി പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നു, കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 ആത്മാവേ, ആത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ. പറയണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, വരിക സ്പർശിക്കണമേ പരിശുദ്ധാത്മാവേ. ഞങ്ങളിൽ നീ. ഓരോ ജീവിതങ്ങളെ തുടരണമേ പരിശുദ്ധാത്മാവേ. നാനാജാതി മതസ്ഥരെ സ്പർശിക്കണമേ പരിശുദ്ധാത്മാവേ. ഓരോ വിദ്യാർത്ഥികളെ തുടരണമേ പരിശുദ്ധാത്മാവേ. Holy Spirit, Holy Spirit, Holy power, mighty power, mighty anointing. നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇന്ന് ചിന്തിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു ദൂതാണ് വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ ചിന്ത പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത് വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഉറക്കെ പറ, വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് മോശ പ്രവാചകൻ്റെ ജീവിതമാണ്. മോശ പ്രവാചകൻ്റെ ജീവിതത്തിൽ ദൈവം നേരിട്ട് മുഖാഭിമുഖം മോശ പ്രവാചകനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും മോശ പ്രവാചകൻ്റെ കരങ്ങളിലൂടെ ഈജിപ്ത് ദേശത്ത് കർത്താവ് ചെയ്തു. വലിയ 10ഓളം പ്രകടമായ അത്ഭുതങ്ങൾ ചെയ്ത്, ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്ത്, ദൈവം ചെയ്ത്, അങ്ങനെ ഫറവോയുടെ ആ കരങ്ങളിൽ നിന്ന് ദൈവജനത്തെ പ്രകടമായ അത്ഭുതങ്ങളാൽ കർത്താവ് ജനത്തെ വിടിവിച്ച് കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ അവിടെ നിന്നിങ്ങോട്ടുള്ള യാത്ര, പുറപ്പാട് യാത്ര, ആ യാത്രയിൽ ഉടനീളം ദൈവം കൂടെ നിന്ന് അത്ഭുതങ്ങളും അടയാളങ്ങൾ ചെയ്ത് ജനത്തെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടും കേട്ടും വർഷങ്ങളോളം ദൈവത്തിൻ്റെ മുമ്പിലും ദൈവജനത്തിൻ്റെ ഇടയിലും ജീവിച്ച മോശ പ്രവാചകൻ ദൈവത്തോട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 33-ാം അധ്യായത്തിൽ 13-ാം തിരുലിഖിതത്തിൽ നാം കാണുന്നുണ്ട്. അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക. അങ്ങനെ ഞാൻ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ.
ഇതാണ് മോശയുടെ ഹൃദയത്തിലെ അതിശക്തമായ ഒരു അഭിവാഞ്ച. അങ്ങയുടെ വഴികളെ എനിക്കറിയണം, എനിക്ക് അങ്ങയെ പ്രീതിപ്പെടുത്തണം. അതിനുവേണ്ടി ദൈവമേ അങ്ങയുടെ വഴികൾ എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് മോശ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഉത്കടമായ ഒരു അഭിവാഞ്ച, ദൈവത്തോട് കൂടെ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്കടമായ ഒരു അഭിവാഞ്ച മോശയുടെ വാക്കുകളിലൂടെ ദൈവസന്നിധിയിലേക്ക് മോശ പ്രകാശിപ്പിക്കുകയാണ്. തുടർന്ന് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 33-ാം അധ്യായത്തിൽ 15-ാമത്തെ തിരുലിഖിതം അതിങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. മോശ പറഞ്ഞു, അങ്ങ് ഞങ്ങളോടുകൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അങ്ങ് ഞങ്ങളോടത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. മോശയുടെ വലിയൊരു ആഗ്രഹം 33-ാം അധ്യായത്തിൽ 15-16 വാക്യങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങ് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യണം, നമുക്ക് ഒരുമിച്ച് ജീവിക്കണം, നമുക്ക് ഒരുമിച്ച് സംസാരിക്കണം. ദൈവത്തോടുള്ള നിരന്തരമായ ഒരു ഐക്യത്തിന് വേണ്ടിയുള്ള ദാഹം മോശയുടെ വാക്കുകളിലൂടെ ദൈവസന്നിധിയിൽ മോശ പ്രവാചകൻ പ്രകാശിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മോശ ജീവിതത്തിൽ വിശുദ്ധിക്ക് വേണ്ടി ഒരുപാട് ദാഹിച്ച് പ്രാർത്ഥിച്ചു. വിശുദ്ധിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഹൃദയം വെമ്പൽ കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ ജീവിതത്തിലും നമുക്ക് ഇതേപോലൊരു വലിയ ദാഹം കാണുവാൻ സാധിക്കും. ദാവീദ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. അതാണ് 51-ാം സങ്കീർത്തനത്തിൽ 11-ാമത്തെ തിരുലിഖിതം. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു പാപം, ഒരു വീഴ്ച സംഭവിച്ച് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന, ദൈവമേ എനിക്കൊരു വിശുദ്ധ ജീവിതം വേണം. അതുകൊണ്ട് ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും 51-ാം സങ്കീർത്തനത്തിലെ 7-ാമത്തെ തിരുലിഖിതം വചനം നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? ഹിസോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ, ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. ആ ഹൃദയത്തിൽ വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമായിരുന്നു. എന്നാൽ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങ് കഴുകണം, എന്നെ വിശുദ്ധി കൊണ്ട് നിറയ്ക്കണം, എന്നെ പവിത്രീകരിക്കണം. ഹൃദയത്തിൻ്റെ നിരന്തരമായ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയരുകയാണ്. വീണ്ടും സങ്കീർത്തന പുസ്തകത്തിൽ 141-ാം അധ്യായം അതിൽ 4-ാം തിരുലിഖിതം വചനം എങ്ങനെയാണ് വായിക്കുന്നത്? എൻ്റെ ഹൃദയം തിന്മയിലേക്ക് ചായാൻ സമ്മതിക്കരുതേ, അക്രമികളോട് ചേർന്ന് ദുഷ്കർമ്മങ്ങളിൽ മുഴുകാൻ ഇടയാക്കരുതേ, അവരുടെ ഇഷ്ടവിഭവങ്ങൾ രുചിക്കാൻ എനിക്ക് ഇടവരുത്തരുതേ. ഈ വചനം നേരിട്ട് പറയാം. എൻ്റെ ഹൃദയം തിന്മയിലേക്ക് ചായാൻ സമ്മതിക്കരുതേ, അക്രമികളോട് ചേർന്ന് ദുഷ്കർമ്മങ്ങളിൽ മുഴുകാൻ എനിക്ക് ഇടയാക്കരുതേ. ഒരു ഹൃദയത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വരുന്ന ഒരു നീറുന്ന പ്രാർത്ഥനയാണ്. ദൈവമേ ഒരിക്കലും എൻ്റെ പാദങ്ങൾ വ്യതിചലിക്കാൻ, ഒരിക്കലും എൻ്റെ ഹൃദയം വ്യതിചലിക്കാൻ, പാപവഴികളിലേക്ക് പോകാൻ സമ്മതിക്കരുത് കർത്താവേ എന്ന് നേരത്തെ ദൈവത്തോട് ഉടമ്പടി ചെയ്യുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ ശരീരം ബലഹീനമാകും, ഒരുപക്ഷെ മനസ്സ് ബലഹീനമാകും, ഒരുപക്ഷെ ഹൃദയം ദുർബലമാകും. അപ്പോൾ നേരത്തെ ദൈവത്തോട് പറഞ്ഞു വെക്കുകയാണ്, ഞാനൊരുപക്ഷെ ക്ഷീണിച്ചു പോയാലും, ഞാനൊരു ദുർബലനായാലും ദൈവമേ അങ്ങ് ശക്തനാണ്. അന്ന് ആ നാളുകളിൽ, ആ കഷ്ടതയുടെ നാളുകളിൽ, ആ അന്ധകാരത്തിൻ്റെ നാളുകളിൽ എൻ്റെ ഹൃദയം തിന്മയിലേക്ക് ചാഞ്ഞു പോകാൻ ഇടവരുത്തരുതേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച് ഉടമ്പടി ചെയ്യുന്ന ദൈവ പൈതലിനെയാണ് 141-ാം സങ്കീർത്തനത്തിലെ 4-ാമത്തെ തിരുലിഖിതത്തിൽ നാം കാണുന്നത്. യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ 6-ാം അധ്യായത്തിലും ഒരു അനുഭവത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യെശയ്യായ്ക്ക് ശക്തമായ ദൈവാനുഭവം ഉണ്ടായി. ആ ദൈവാനുഭവം നടുവിൽ യെശയ്യാ കർത്താവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. 6-ാം അധ്യായത്തിൽ 5-ാം തിരുലിഖിതം
ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. ഉടനെ ഒരു മാലാഖ വന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിലുകൊണ്ട് അഗ്നിയെടുത്ത് യേശയ്യായുടെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നൊരു കർത്താവുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ തോമസ് അക്വീനാസ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് വിശുദ്ധി വേണം. വിശുദ്ധി ഒരു വരമായി വിശുദ്ധന് ലഭിച്ചതായി വിശുദ്ധ ജീവചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. വിശുദ്ധി ഒരു വരമായി, വിശുദ്ധിയുടെ അരപ്പട്ട കൊണ്ട് കർത്താവ് ആ വിശുദ്ധനെ അലങ്കരിച്ച്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിശുദ്ധിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായം അതിൽ 11 തൊട്ട് 13 വരെ തിരുലിഖിതങ്ങൾ യേശു കർത്താവ് തൻ്റെ അരികിൽ വന്ന് ജനങ്ങളോട് പഠിപ്പിക്കുകയാണ്. മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുന്ന ഏത് പിതാവാണ് നിങ്ങളുടെ ഇടയിലുള്ളത്? മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. പ്രിയ ദൈവമക്കളെ, ഈ ഭൂമിയിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവിടെ സ്വർഗം താണിറങ്ങി വന്ന് ആ വ്യക്തിയെ അനുഗ്രഹിക്കും. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. അത് സ്വർഗം വിലമതിക്കുന്നൊരു പ്രാർത്ഥനയാണ്. നമ്മളങ്ങനെ പ്രാർത്ഥിക്കണം. ഇത് ദൈവവചനം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അനേകം വിശുദ്ധർ അവരുടെ ജീവിതത്തിൽ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ നല്ല കുമ്പസാരം നടത്തുന്ന ക്രൈസ്തവ മക്കൾ അവരുടെ കുമ്പസാരത്തിൻ്റെ നിമിഷങ്ങളിൽ കർത്താവിനോട് പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഇനിയൊരു പാപം ചെയ്യുന്നതിന് മുമ്പ് മരിക്കാൻ ഞാൻ സന്നദ്ധനാണ്. വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹം ദൈവസന്നിധി വെളിപ്പെടുത്തുകയാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് വചനം പഠിപ്പിക്കുന്നുണ്ട്. അത് സഭ തൻ്റെ മക്കളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഹൃദയം കൊണ്ടൊരു ആഗ്രഹം വരട്ടെ. ദൈവമേ, ധനലാഭത്തിനും അപ്പുറത്ത്, ലോക നേട്ടങ്ങൾക്ക് അപ്പുറത്ത് വിശുദ്ധിക്ക് വേണ്ടി കാണാൻ, വിശുദ്ധിക്ക് വേണ്ടി ദാഹിക്കാൻ, വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കാൻ ആന്തരിക നേത്രങ്ങളെ തുറക്കണമേ. ഇരു കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുടുംബങ്ങളിലേക്ക് വിശുദ്ധിയുടെ അഭിഷേകം തുറക്കണമേ. വിശുദ്ധിക്കുള്ള ദാഹം പകരണമേ. വിശുദ്ധിക്കുള്ള ആഗ്രഹം തുറക്കണമേ. വിശുദ്ധിയുടെ അഭിഷേകം തുറക്കണമേ. ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വിശുദ്ധിയുടെ ആത്മാവേ, ഇപ്പോൾ വ്യാപരിക്കണമേ. ഇരു കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, വിളിക്കുന്നു. Holy Spirit, Holy Spirit. പരിശുദ്ധാത്മാവേ, മനസ്സ് തുറന്ന് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അരൂപിയേ, വരിക വരിക ഞങ്ങളിൽ നീ. പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ. നമ്മെ പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. Hallelujah, Maranatha.
ആരാധന. യേശുവേ ആരാധന. ഈ നിമിഷങ്ങളിൽ എല്ലാ ദൈവമക്കളും രണ്ട് കരങ്ങളും ദൈവ സന്നിധിയിലേക്ക് ഉയർത്തി ഹൃദയം നുറുങ്ങി എത്രമാത്രം ദൈവത്തിൻ്റെ അനുഭവം ആഗ്രഹിക്കുന്നുണ്ടോ അത്രയും തീക്ഷ്ണതയോടെ യേശുവിൻ്റെ നാമത്തെ ഉറക്കെ വിളിക്കണം. യേശു നാമത്തിലാണ് വിടുതലുള്ളത്. ദിവ്യകാരുണ്യ ആരാധനയുടെ ആശീർവാദം നൽകപ്പെടുകയാണ്. ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. കരങ്ങൾ ഉയർത്തി മനസ്സ് തുറന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ എൻ ദൈവമേ, യേശുവേ നീ എന്നും മതിയായവൻ. യേശുവേ യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നീ എന്നും മതിയായവൻ. നീ എന്നും മതിയായവൻ. ഹല്ലേലൂയ, മറനാഥ. Come, Lord Jesus.